ഇതിലെ പല കവിതകളും വളരെക്കാലം മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ഒരാളാണ്. പക്ഷേ 40 വയസ്സിന് ശേഷമാണ് ആദ്യ പുസ്തകം എന്നുള്ള രീതിയിലേക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഞാൻ പല കാലങ്ങളിലായിട്ട് എഴുതിയ കവിതകളാണ്. എന്നാലും ഒരു 5 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ കവിതകളാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലും നമ്മുടെ സാമൂഹിക വിഷയങ്ങളും അതേസമയം തന്നെ എല്ലാ മേഖലകളെയും സംബന്ധിക്കുന്ന കവിതകളുടെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കവികളാണ് പുതിയ വാക്കുകൾ കണ്ടെത്തുന്നതെന്ന് പറയാറുണ്ട്. സത്യത്തിൽ കവികളല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളറിയാതെ നമ്മുടെ എഴുത്ത് ഭാഷയിലേക്ക് വരാത്ത ധാരാളം വാക്കുകൾ നമ്മുടെ സാധാരണക്കാർ പ്രയോഗിക്കുന്നുണ്ട്. ഓരോ നാട്ടിനും അവരുടേതായിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ ഈ പുസ്തകം ശ്രദ്ധിച്ചറിയുമ്പോൾ ഞാൻ അധികം നീട്ടി എഴുതാതെ പരമാവധി ചുരുക്കി ഒരു വരിയിൽ 2 വാക്കിൽ കൂടുതൽ എഴുതാതെ തന്നെ അത്തരത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത്. എൻ്റെ എല്ലാ കവിതകളും അങ്ങനെയാണ്, നീളത്തിൽ എഴുതുന്നവർ ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എഴുതുന്ന വാക്കുകളിൽ ഓരോ വാക്കിലും പരമാവധി ആ വാക്കിന് ഞാൻ നൽകുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത്, ഭാരം കൊടുക്കുക എന്ന് പറയുന്നൊരു സംഗതി ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന പുതിയ വാക്ക് എന്ന് പറയാൻ പറ്റില്ല, പഴയ വാക്കുകളെ പുതിയ രീതിയിലേക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ബഹളം എന്നുള്ളതിനെ എനിക്ക് കുറച്ച് ആ ബഹളത്തിൻ്റെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബഹളം എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വാക്കുകളുടെ ഇടയിൽ വരകൾ കൊടുത്തിട്ട് അത് തമ്മിലുള്ള ബന്ധത്തിനെ ഒന്ന് വേർപെടുത്തി മറ്റൊരു രീതിയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള വാക്കുകളെ നമുക്കറിയാവുന്ന വാക്കുകളെ തന്നെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനും, പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കേട്ട വാക്കുകളെ അവതരിപ്പിക്കാനും ഞാൻ ഈ കവിത ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പ്രവാസികൾക്ക് നമ്മുടെ സ്വദേശികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ അപേക്ഷിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു പ്രത്യേകത, നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കാഴ്ചകൾ കുറച്ചുകൂടെ വലുതാവും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ലീവിന് ഞാനിവിടെ വന്ന സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാമിലുള്ള ആ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പാകിസ്ഥാനെ അടിക്കണമെന്നാണ്. പ്രായമായ ആളുകൾ പോലും ടി വിയിൽ വാർത്തകൾ കണ്ടുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഗെയിം കാണുന്ന പോലെയാണ്. കുട്ടികൾ സാധാരണ ഗെയിം ആസ്വദിക്കുന്നു, ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുന്ന പോലെ പ്രായമുള്ള ആളുകൾ പാകിസ്ഥാനെ അടിക്കൂ, ആക്രമിക്കൂ, നശിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു പാകിസ്ഥാനി ഫാമിലി താമസിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശികളുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഉറക്കമെഴുന്നേറ്റ് കാണുന്നത്, ഗുഡ് മോർണിംഗ് പറയുന്നതും സുഖമാണോ എന്ന് ചോദിക്കുന്നതും ഒരു ഫാമിലി പാകിസ്ഥാനിയോടാണ്, അവരുടെ കുടുംബത്തോടാണ്, അവരുടെ കുട്ടികൾ നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇവരെ ആണ് നമ്മുടെ നാട്ടിൽ ഇവിടെ എത്തുമ്പോൾ തകർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു വഴിയരികിൽ ഒന്ന് കുഴഞ്ഞ് വീണാൽ നമ്മളെ താങ്ങിയെടുക്കാൻ എത്തുന്നത് അത് മലയാളിയായിട്ടുള്ള ഉന്നത കുല ജാതരായിട്ടുള്ള എൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട ആളായിരിക്കില്ല. അവിടെ വരുന്ന പക്ഷേ ഒരു സുഡാനി ആയിരിക്കും, ഒരു ഫിലിപ്പിനെ ആവാം, ഒരു ശ്രീലങ്കനാവാം, ഒരു കെനിയനാവാം, ഒരു പാകിസ്ഥാനി ആവാം, ബംഗ്ലാദേശി ആവാം, അഫ്ഗാനി ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ ബഹുസ്വരമായിട്ടുള്ളൊരു ജീവിതമാണ് ഓരോ പ്രവാസി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് തലത്തിലുള്ള തൊഴിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് പ്രവാസികൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള, നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ടും നമ്മളുടെ ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ ഒരു സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും വെച്ചിട്ട് കൂടിയാണ് അവരവിടെ തിരിച്ചിടപെടുന്നത്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നാട്ടിലുള്ള ഭൂതകാല കുളിരും നാട്ടിലത്തെ പച്ചപ്പും ഹരിതാവയും മാത്രം എഴുതുന്ന ആളുകളുണ്ട്, അത്തരത്തിലുള്ള എഴുതുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പ്രവാസ ജീവിതത്തിനോട് നമുക്ക് കിട്ടുന്ന വിശാലമായിട്ടുള്ള കാഴ്ചകളെ നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്നു, നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന തരത്തിൽ എഴുതാനുള്ള ഒരു വലിയ സാധ്യതയും പ്രവാസം നമുക്ക് തരുന്നുണ്ട്.